മാർച്ച് 3 ചൊവ്വാഴ്ച. മത്തായി 23 1 മുതൽ 12 വരെ വാക്യങ്ങൾ. ഒരു ദിവസം കണ്ണുകൾ പറഞ്ഞു, ഈ താഴ്വരയ്ക്കപ്പുറത്ത് നീല മൂടൽ മഞ്ഞിൽ ഞാൻ ഒരു മല കാണുന്നു. എന്തൊരു അത്ഭുതകരമായ കാഴ്ച! ചെവി അല്പനേരം ഇങ്ങനെ ശ്രദ്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, എവിടെയാണ് ഈ പർവ്വതം? ഞാനൊന്നും കേൾക്കുന്നില്ല. കൈ സമ്മതിച്ചു, ഞാൻ ആ മലയിൽ തൊടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എനിക്ക് തൊടാനൊന്നും അനുഭവപ്പെടുന്നില്ല. അപ്പോൾ മൂക്ക് പറഞ്ഞു, ഞാനൊന്നും മണക്കുന്നുമില്ല. നിങ്ങൾ സ്വയം വിഡ്ഢികളാവുന്നില്ലേ? അവിടെ ഒരു മലയുമില്ല. നിരാശയോടെ കണ്ണ് മറ്റൊരു ദിശയിലേക്ക് നോക്കാൻ തുടങ്ങി. മറ്റുള്ളവർ തങ്ങളെ കണ്ണ് എങ്ങനെ വഞ്ചിച്ചുവെന്ന് ചർച്ച ചെയ്യുകയും ഏകകണ്ഠമായൊരു നിഗമനത്തിലെത്തുകയും ചെയ്തു. കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. ഇന്നത്തെ സുവിശേഷ വായനയിൽ ഫരിസേയരുടെയും ശാസ്ത്രിമാരുടെയും കപടതയെക്കുറിച്ച് യേശു തൻ്റെ ശിഷ്യന്മാർക്കും ജനക്കൂട്ടത്തിനും മുന്നറിയിപ്പ് നൽകുന്നു. അവർ അധികാര സ്ഥാനങ്ങൾ വഹിക്കുകയും മോശയുടെ ന്യായപ്രമാണം പഠിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അവൻ സമ്മതിക്കുന്നു. എന്നാൽ അവർ പ്രസംഗിക്കുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത അവരുടെ പ്രവൃത്തികളെ യേശു വിമർശിക്കുന്നു. സഹായിക്കാൻ ഒരു വിരൽ പോലും ഉയർത്താൻ വിസമ്മതിക്കുമ്പോൾ അവർ മറ്റുള്ളവരുടെ മേൽ ഭാരമുള്ള ചുമടുകൾ ചുമത്തുന്നു. അവർ ബഹുമാനം ആഗ്രഹിക്കുന്നു. സിനഗോഗിലെ ഏറ്റവും മികച്ച ഇരിപ്പിടങ്ങൾ ഇഷ്ടപ്പെടുന്നു. പൊതു അംഗീകാരം തേടുന്നു. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം പഠിപ്പിച്ചുകൊണ്ട് യേശു ഇത് തലകീഴായി മാറ്റുന്നു. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ദാസനാകും. കാരണം തന്നെത്താൻ ഉയർത്തുന്നവർ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവർ ഉയർത്തപ്പെടും. ദൈവത്തെയും മറ്റുള്ളവരെയും സേവിക്കുന്നതിലെ നമ്മുടെ ഉദ്ദേശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഈ സുവിശേഷ ഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നാം ജീവിക്കുന്നത് മറ്റുള്ളവർ കാണാനും സ്തുതിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും വേണ്ടിയാണോ? അതോ ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടർന്ന് താഴ്മയോടെ സേവിക്കുകയാണോ? കപടനാട്യം അപകടകരമാണ്. കാരണം അത് നമ്മുടെ സ്വന്തം തെറ്റുകൾ കാണാതെ നമ്മെ അന്ധരാക്കുന്നു. ദൈവത്തെ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നതിനേക്കാൾ നീതിമാന്മാരായി കാണപ്പെടുന്നതിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശരിയായ കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസം പ്രവൃത്തിയിലാണ് കാണപ്പെടുന്നത്. വിശുദ്ധ യാക്കോബ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വചനം കേൾക്കുക മാത്രം ചെയ്യരുത്. അങ്ങനെ നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. അത് പറയുന്നത് പോലെ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.